സാർ കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. മാഡം സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ സാർ, ഇനി ഒരു അല്പം റെസ്റ്റ് എടുത്തോളൂ. ഇവിടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ, ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? എടോ അസിസ്റ്റന്റ്. സാറേ സാറേ, താൻ ഇത് എവിടെ പോയി കിടക്കാടോ? സാറേ, കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ നടിയെ അട്ട കടിച്ചു. അട്ട കടിച്ചോ? കടിക്കട്ടെ കടിക്കട്ടെ. അയ്യോ സാർ ഇതെന്തുവായി പറയുന്നേ? അട്ടയ്ക്കും ഇല്ലടോ വികാരവും വിചാരവും ഒക്കെ. അടുത്ത സീൻ എന്താണെന്നറിയാമോ? ഇല്ല സാർ. അതായത് നമ്മുടെ വില്ലൻ നായികയെ ഒരു കോളേജിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്ന സീനാണ് അടുത്തത്. അയ്യോ സാർ, കുട്ടികളുണ്ടാകില്ലേ? ഇതൊക്കെ വെറും അഭിനയമല്ലേടോ? അതല്ല സാർ, കോളേജിൽ കുട്ടികൾ ഉണ്ടാകില്ലെന്ന്. അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം. ഇയാള് പ്രൊഡക്ഷന്റെ ആളല്ലേ? അതെ സാർ. എടോ കഴിക്കാൻ എന്തോളത്? സാറ് ദോശ ഇരിപ്പുണ്ട്. ദോശ ഇരിപ്പുണ്ടോ? ആ. ഭാഗ്യം. പക്ഷെ ചമ്മന്തി ഇല്ല. ചമ്മന്തി ഇല്ലേ? പക്ഷെ ഒന്നാന്തരം ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി ഉണ്ടല്ലേ? പക്ഷെ ചിക്കൻ ഇല്ല. ചിക്കൻ ഇല്ലേ? നല്ല കീട്ടില്ല ഇഡ്ഡലി ഉണ്ട് സാറേ. ഇഡലി ഉണ്ടല്ലോ, അത് മതി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, സാമ്പാറില്ല. എടാ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് പൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? സാറേ പൂട്ടുണ്ട്. പിന്നെന്താ കുഴപ്പം? താക്കോലില്ല. ഇറങ്ങി പോടാ അവിടുന്ന്. എടോ ഈ പ്രാന്തനൊക്കെ പിടിച്ച് പ്രൊഡക്ഷനിലാക്കിയതാരാണ്? എടോ അസിസ്റ്റന്റ്. എന്താ സാർ? എടോ നമ്മുടെ നായിക ആരാന്നറിയാമോ? ഇല്ല സാർ. കന്നഡ നടിയാണ്. ആണോ? മലയാളത്തിലെ ന്യൂ ഫേസ് ആണ്. ആഹാ. പേര് കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ. കത്രീന കഴുത്തിൽ പൂടയില്ല. എന്താന്ന് കഴുത്തി കൂടെ ഇല്ലെന്ന്? കത്രീന കഴുത്തിൽ ഫുടയില്ല. ആഹാ. ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ മയിലിന്റെ നടത്തം, മാൻപേടയുടെ കണ്ണുകൾ, കുയിലിന്റെ ശബ്ദം, തത്തയുടെ ചുണ്ടുകൾ, ഒട്ടകത്തിന്റെ നാണം. അല്ല സാർ, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഇവക്ക് മനുഷ്യന്റേതായിട്ടൊന്നും ഇല്ലേ? നായിക എത്തി. നമസ്കാരം കത്രീന. കത്രീന. അയ്യോ കിടന്ന് കഷ്ടപ്പെടണ്ട, എന്നെ മാഡം എന്ന് വിളിച്ചാൽ മതി. ഓ നമസ്കാരം മാഡം. ആ നമസ്കാരം. മാഡം ശരിക്കും ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി കാണും? അതായത് 4-5 കൊല്ലവും. 4-5 വർഷമായോ? അപ്പൊ ഈ കല്യാണം ഒന്നും ആയില്ലേ? ഉടനെ ഉണ്ട്. കല്യാണം ഉണ്ടോ? ഈ കല്യാണത്തിന് ശേഷം ഭർത്താവ് അഭിനയിക്കണ്ടെന്ന് പറഞ്ഞാൽ മാഡം എന്ത് ചെയ്യും? ഞാൻ വേണ്ടെന്ന് വെക്കും. സിനിമ വേണ്ടെന്ന് വെക്കോ? എന്റെ ഭർത്താവിനെ വേണ്ടെന്ന് വെക്കും. അതായത് സാറേ, അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായിക മഴയത്ത് കിടന്ന് കൊന്തളിക്കുന്ന ഒരു പാട്ട് സീനാണ്. എന്റെ ദൈവമേ. എന്താ സാർ? അല്ലടോ, ഈ മഴയത്തൊക്കെ ഇറങ്ങി അഭിനയിക്കുമ്പോൾ നായികയ്ക്ക് വല്ല പനി പിടിക്കുമെന്ന് എന്റെ പേടി. മാഡം, ഈ മഴയത്ത് അഭിനയിക്കുന്നതുകൊണ്ട് പനി ജലദോഷം അങ്ങനെ എന്തെങ്കിലും? കൊള്ളാം, നല്ല ചോദ്യം. എനിക്ക് ഫനി പിടിക്കുവോന്ന്? 1.5 മണിക്കൂർ കായലിൽ മുങ്ങിക്കിടന്ന് കക്കാവായിരുന്ന എനിക്കാ ഫനി. നല്ല ചോദ്യം. കുഴപ്പമില്ല അല്ലേ മാഡം? അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ മാഡം ഒരു 75 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന സീനാണ്. അയ്യോ സാറിന്റെ കാലൊടിയില്ലേ സാർ? ഇല്ല, സ്ലോ മോഷൻ ചാടി മതി, ഒരു കുഴപ്പമില്ല. സാർ അതൊക്കെ ഡൂപ്പിനെ വെച്ച് അഭിനയിപ്പിക്കൂ, എന്റെ ഇമേജിനെ ബാധിക്കും. പിന്നെ ഈ സിനിമയിലെ മാഡം ഒരു 60 വയസ്സുള്ള ഒരു കിളവിയായിട്ട് മാറുന്ന ഒരു സീനുണ്ട്. അയ്യോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ ഇമേജിനെ ബാധിക്കും. അതൊക്കെ ഡൂപ്പിനെ വിട്ട് ചെയ്തൂടെ സാർ? മതിയല്ലേ? ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബലാത്സംഗ സീനാണ്. വേണ്ട മാഡം, മാഡം ചെയ്യുന്നില്ല, നമ്മൾ അതൊരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്തോളാം. വേണ്ട, ഞാൻ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ഇമേജിനെ ബാധിക്കും. മാഡം, നമ്മുടെ സിനിമയുടെ കഥ എന്താന്ന് പറഞ്ഞാൽ ഈ വരിക്കാച്ചക്ക മനയിലെ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും കുറിച്ചുള്ളതാണ് നമ്മുടെ കഥ. അപ്പൊ മാഡം ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നേരെ ആ വരാന്തയിലൂടെ ആരവിടെ കിടന്ന് മാറുന്നത്? ആരവിടെ ഒളിച്ചു നിൽക്കുന്നത്? ഇങ്ങോട്ട് വേണോ? ഞാൻ സംവിധായകനെ ഒന്ന് കാണാൻ വന്നതാ. അയ്യോ സാറായിരുന്നോ? സാർ ഈ ലൊക്കേഷനിൽ ഒന്ന് ഒളിഞ്ഞു നോക്കിയും പാത്തിരുന്നൊക്കെ എന്നെയും കൂടെ ഈ സിനിമയെന്ന് പറഞ്ഞു പിടിക്കരുത്. ജീവിതത്തിലെന്നും എല്ലാവരെയും തള്ളിപ്പറഞ്ഞിട്ടുള്ള ആളാ ഞാൻ. 32 പല്ലിന്റെ ഇടയ്ക്ക് ഒരു നാക്കുകൊണ്ട് എന്തോ എന്ന് പറഞ്ഞ കാരണത്താൽ എല്ലാരും എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. സ്ഫടികത്തിൽ എന്റെ മകൻ ആടു തോമയെ ഞാൻ തള്ളിപ്പറഞ്ഞു. അവനെതിരെ 18-ാം പട്ട തെങ്ങും വെച്ചു. കിരീടത്തിൽ എന്റെ മകൻ സേതുമാധവനെ ഞാൻ തള്ളിപ്പറഞ്ഞു. എല്ലാം മാറ് സാറേ, സർവേശ്വരിയായ അമ്മ മാറ്റും. എന്താ പറഞ്ഞേ? സർവേശ്വരിയായ അമ്മ മാറ്റൂന്ന്. ഇനി ഇവിടെ അമ്മ എന്നൊരു വാക്ക് ഞാൻ കേൾക്കരുത്. പിന്നെ എല്ലാം അച്ഛൻ, അച്ഛൻ, കൊച്ചച്ഛൻ, വല്യച്ഛൻ, പള്ളിയിലച്ഛൻ, പെരുന്തച്ഛൻ, ഇത് മാത്രമേ ഇവിടെ കേൾക്കാൻ പാടുള്ളൂ. ഓ ശരി. പിന്നെ വേറൊരു കാര്യം, ഓണം, വിഷു, റംസാൻ വിശേഷ ദിവസങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ഞങ്ങളെന്താ കലണ്ടർ തൂക്കണോ? വേണ്ട. പിന്നെ ഞാനൊരു നാടക സമിതി നടത്തുന്നുണ്ട്. ബുക്കിംഗ് വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പോയത് മലയാള സിനിമയുടെ ഒരു തിലകക്കുറി തന്നെ.
ഓ എടോ കിളവാ, തന്നോട് പറഞ്ഞതല്ലേ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കാൻ. ശല്യം ചെയ്യാൻ വരും ഓരോരുത്തങ്ങള്. വാ നമുക്ക് അപ്പുറത്ത് പോയി ഷൂട്ട് ചെയ്യാം. ശല്യം ഒന്ന് പോടാ അവിടുന്ന്. എന്റെ വരിക്കച്ചക്ക മനയിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നതും പോരാഞ്ഞിട്ട് എന്നോട് ഇറങ്ങിപ്പോകാനോ? സുഹൃതക്ഷയം അല്ലാതെ എന്താ പറയാ. മോളെ മോളെ അച്ഛാ, ഈ സിനിമാക്കാര് കാരണം ഈ മനയിലൂടെ ഇപ്പൊ നടക്കാൻ പറ്റണ്ടായിരിക്കണു. എന്തിനാണ് അച്ഛാ ഈ സിനിമാക്കാർക്ക് ഈ മന ഷൂട്ടിങ്ങിന് കൊടുത്തേ? പണ്ട് കാരണവന്മാര് ചെയ്ത പണിയാ. സിനിമാ നടന്മാരെ നേരിട്ട് കാണുകയും ചെയ്യാം, ഓസിന് ഭക്ഷണവും കഴിക്കാന്നും പറഞ്ഞാ കൊടുത്തത്. ഇപ്പൊ അവർക്ക് കുടികടപ്പവകാശം വേണമെന്നും പറഞ്ഞ് ഒറ്റ എണ്ണം ഇവിടുന്ന് പോണില്ല. എന്റെ ശിവ ശിവ. അച്ഛൻ പഴയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ? അച്ഛന് കളക്ടർക്ക് ഒരു പരാതി കൊടുത്തൂടെ അച്ഛാ? 1976 അന്ന് EMS ഭരിക്കുന്ന കാലം, ഇപ്പോഴോ SMS ഭരിക്കുന്ന കാലം, പണ്ട് ഞങ്ങള് ചേരിചേരാ പ്രസ്ഥാനം നടത്തുന്ന കാലം. എന്താ അച്ഛാ ഈ ചേരിചേരാ പ്രസ്ഥാനം? അത് പിന്നെ നമ്മുടെ അപ്പുറത്തെ ചേരിയിലൊരു ചേര കയറി ആ ചേരനെ തല്ലിക്കൊന്നതും ആ ചേരയുടെ പേരിൽ മൗണ്ട് വാറ്റം പ്രഭുവും നമ്മുടെ കുമാരനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായതും ആ ചെറിയ ചേര പ്രശ്നമാണ് ഈ ചേരിചേരാ പ്രശ്നം. മോളെ അച്ഛൻ അറിഞ്ഞോ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അപ്പുറത്ത് നിന്നൊരു സിനിമാന്തരൻ എന്നോട് ചോദിക്കുക, നിനക്ക് നല്ല ക്യാമറ ഫിഗർ ഉണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ എന്ന്. അയ്യോ മോളെ, വിശ്വസിക്കല്ലേ വിശ്വസിക്കല്ലേ. സിനിമാക്കാരെ പച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അപ്പൊ ചൂടുവെള്ളത്തിൽ വെച്ചാ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. പണ്ട് എത്ര നല്ല പടങ്ങൾ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള മനയാണെന്നറിയോ ഇത്? എത്രയെത്ര സൽസ്വഭാവികളായ നടന്മാര്, ഏത് പെണ്ണിനെയും സ്വന്തം സഹോദരിയെ പോലെ കാണുന്ന നടന്മാര്, അമ്മയെ പോലെ കാണുന്ന നടന്മാര്. ഏതാണ് അച്ഛാ നടൻ? ആ നടൻ അയ്യോ, നീ കട്ട് പറഞ്ഞു? ഇല്ല, ഞാൻ കേട്ടില്ല. അയ്യോ, സത്യമായിട്ടും കട്ട് പറഞ്ഞു. വിട് സാറേ, എന്റെ ചെവിയിൽ പഞ്ഞിയാണ്, ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ഉപദ്രവിച്ചാൽ ആ പഞ്ഞി എന്റെ മൂക്കിൽ വെക്കേണ്ടി വരും. എന്നെ വിട് സാറേ. ഞാനൊരു വികാര ജീവിയാണ്. നിൽക്കടി അവിടെ. അല്ല പിന്നെ. അയ്യേ, എനിക്ക് ഈ പഴയ നടന്മാരെ ഒന്നും ഇഷ്ടമില്ല. എനിക്കിഷ്ടം എന്റെ ലാലേട്ടനെയാ. ഓ, നിന്റെ ഒരു മോഹൻലാല്, മലയാളത്തിലെ ആ മഹാനടൻ നമ്മെ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്തേനെ ഈ സാഗർ ഏലിയാസ്. സാഗർ, ഏലിയാസ്, ജാക്കി. ഏ പയ്യൻ, സാഗർ എന്ന മിത്രത്തെ നീ അറിയും, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. എങ്കിൽ
സിനിമയിലും അവരൊക്കെ ഉണ്ടായിരുന്നപ്പോ എന്ത് രസമായിരുന്നെന്നോ. ഇന്നിപ്പം എന്റെ കണ്ണും നടച്ചിട്ട് എത്ര ദിവസമായെന്ന് അറിയോ മോൾക്ക്? കുഴപ്പമില്ല അച്ഛാ, അച്ഛന്റെ 2 കണ്ണും അടയാൻ ഞാൻ കോയിൻ ബോക്സിൽ പൈസ ഇട്ട് പ്രാർത്ഥിക്കാം. അല്ല, അച്ഛൻ അറിഞ്ഞോ ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിൽ രാഷ്ട്രീയക്കാരുണ്ട്. അച്ഛൻ അഭിനയിക്കുന്ന പാട്ട് സീനാ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങളും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ? പിന്നെ എനിക്കിപ്പം ഭരണം മാത്രമല്ല സിനിമാ അഭിനയവുമുണ്ട്. ഈ പടം കൂടാതെ 2 പടത്തിനു ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആഹാ, ഈ പടത്തിന്റെ പേരെന്താ? മുത്തങ്ങായിൽ ഒരു സെക്രട്ടറിയേറ്റ്. അപ്പോ മറ്റേ ചിത്രത്തിന്റെയോ? മൂന്നാറും JCBയും പിന്നെ ഞാനും. അല്ല, ഇതിന്റെ എല്ലാം ഷൂട്ടിംഗ് എവിടെ വെച്ചാ നടക്കുന്നത്? വേറെ എവിടെ? ഇവിടെ തന്നെ. ഓ, ഈ നശിച്ച സിനിമാക്കാരെ കൊണ്ട് തോറ്റു. നാടകം, ബാലെ പോലുള്ള വേദിയിൽ നടക്കുന്ന ഏത് കലാരൂപമായാലും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അണിയറയിൽ നടക്കുന്ന പല കാര്യങ്ങളും നാം അറിയാതെ പോകാറുമുണ്ട്. അത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളെ ഹാസ്യത്തിൽ ചാലിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. അല്ല, പരിപാടി തുടങ്ങണ്ടേ? നീ ഇവിടെ പിരിച്ചോണ്ട് കളിച്ചോണ്ട് നിൽക്കുവാണോ? ലൈറ്റിന്റെ പണി കഴിഞ്ഞ എന്റെ ആശാനെ 3 ലൈറ്റിന്റെ പണി നേരമല്ല ഞാൻ ചോദിച്ചാ. എടാ, ചെക്ക് ചെയ്തോന്ന്. ചെക്ക് ചെയ്തല്ലോ. എന്നിട്ടോ? ഗീത അവിടെ തുണി മാറുന്നു, സീത തുണി മാറാൻ ശ്രമിക്കുന്നു, കുമാരി തുണി മാറിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റാൻ വെച്ചിരും. എടാ, പെണ്ണുങ്ങളുടെ ഗ്രീൻ റൂമിൽ ചെന്ന് ഊട്ടായിട്ട് നോക്കാനാണോ പറഞ്ഞത്? എടാ, ലൈറ്റ് അടിച്ച് നോക്കാൻ. ഇപ്പൊ അടിച്ച് നോക്കാലോ. പെട്ടെന്നാട്ടെ. ഞാൻ കൊല്ലും ഞാൻ. എന്നെ ആശാനെ. എടാ, നിന്റെ ഈ ലാഭെടുത്ത് തെളിച്ച് നോക്കാനാണോ പറഞ്ഞത്? പിന്നെ എടേ, കെട്ടി നോക്കിയേക്കണം. ഹോണ്ടാലസും കാലിനൊക്കെ സമയത്ത് തെളിയോന്ന് വെച്ചാൽ മനസ്സിലായോ? ആശാനെ അങ്ങനെ പറയുന്നു. രാജൻ കെട്ടിയ ലൈറ്റ് ഇന്ന് വരെ ഏതെങ്കിലും സ്റ്റേജ് തെളിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ആ രീതിയിൽ സംസാരിക്കുന്നു. ആശാൻ ബാല് തുടങ്ങി ലൈറ്റ് കയറി എന്നെ വിട്ടേക്കൂ. ഉറപ്പാണ്. എന്നാ പിന്നെ തുടങ്ങാം. പരിപാടി തുടങ്ങാം. ആശാൻ ഈ കണ്ണാടി നോക്കി എന്ത് കോപ്രായം കാണിക്കോ? ബാല തുടങ്ങണ്ടേ? കോപ്രായ? എടാ, ഞാൻ മുഖത്ത് ബാബാവിനെ മറിച്ച് പഠിക്കുമല്ലേ? അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. നീ മേക്കപ്പ് ചെയ്ത? മേക്കപ്പ് ചെയ്യാൻ എനിക്ക് കണ്ണാടി ഉണ്ടോ? ഇവിടെ 25 ബാല ആയില്ലാണ്. സ്വന്തമായിട്ടൊരു കണ്ണാടിയെങ്കിലും മേടിക്കും. 25 ബാല കളിച്ചെന്നുള്ള ശരിയാ. നിങ്ങൾ ഇതുവരെ എനിക്ക് 25 രൂപ തികച്ച് തന്നിട്ടുണ്ടോ? സുഭാഷ്, നീ കണ്ണാടി പിടിച്ചേ എച്ചിക്കണക്ക് പറയത് കേട്ടാ. കൊണ്ടുപോകൂ. തിരിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആശാനെ വേറെ പ്രശ്നമുണ്ട് ആശാനെ. നീ പ്രശ്നം പറയാനല്ലാതെ എന്തെങ്കിലും നല്ല കാര്യം ഈ സമിതി വന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല ആശാനെ, ഹനുമാന്റെ വേഷം ചെയ്ത് സുലൈമാൻ ഇതുവരെ വന്നില്ലെന്ന്. അവന്റെ സ്ഥിരം പരിപാടിയാണല്ലേ ഈ താമസിച്ച് വരും. രാജ, ആ സുലൈമാൻ വന്നില്ല. ഒന്നും നമ്മളോട് പറയണ്ട, നമ്മൾ ലൈറ്റിന്റെ ആളാണേ. ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാൻ വിളിക്കണോ? എപ്പോഴും ഞാൻ തന്നെ വിളിക്കണോ? എന്നാവട്ടെ, സമയം പോണെന്ന്. ഹലോ, എടാ സുലൈമാൻ, നീ എവിടെയാണ്? ആശാനെ, അവൻ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നോളൂ. എന്റെ പൊന്ന് സുഭാഷേ, അവൻ പണി കഴിഞ്ഞ് വന്നെങ്കിൽ കുഴപ്പമില്ല, കുളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയാം. അതന്നെ ആശാനെ. ഇവിടെ കഴിഞ്ഞ സ്റ്റേജ് ഹനുമാന്റെ നെഞ്ചത്ത് സിമെന്റിൽ നിന്നും പറഞ്ഞ് എന്ത് പോവായിരുന്നു. സുലൈമാനെ, നീ കുളിച്ചിട്ട് വന്നാ മതി. ഹനുമാന്റെ ഫുൾ സെറ്റപ്പിൽ പോലെ വേഷം കെട്ടി പോരും. വേഷം കെട്ടി പോരും. അതെ. ആപ്പിളിന്റെ മൂട് പോലെ ഇങ്ങനെ സാധനം എടുത്ത് ചുണ്ടത്ത് വെച്ചിട്ട് പോലും അവനെ നോക്കണ്ടെന്ന് പറഞ്ഞു. അതല്ലെന്ന് അവനെ നോക്കണ്ട, നമ്മോട് തുടങ്ങിക്കോളാൻ, അവൻ എത്തിക്കോളാന്ന് പറഞ്ഞു. എത്തിക്കോളാം. ഓക്കെ അല്ല? അപ്പൊ രാജ തുടങ്ങാം. 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 എന്താ സോഡ ഉണ്ടോ? സോഡ എന്ത് തുടങ്ങാൻ? തുടങ്ങണ കാര്യമാണോ പറഞ്ഞത്? പിന്നെ ഇവിടെ പരിപാടി തുടങ്ങണ കാര്യമാണ് പറഞ്ഞത്. എന്റെ ശശി, നീ സമിതിയുടെ ഡ്രൈവറല്ലേ? അതെ. നാളെ കാസർഗോഡ് പരിപാടി ഉള്ളതാ. നീ വെള്ളം അടിച്ച് നാമട്ടത്ത് അടിച്ചോട്ട് കോഴിക്കോട് നടന്നാല 17 മണിക്കൂർ വണ്ടി ഓടിക്കണ നാളെ, മനസ്സിലായോ? എന്റെ ആശാന, നാളെ കാസർഗോഡല്ലേ പരിപാടി? ഇവിടുന്ന് ഒരു 17 മണിക്കൂർ ഓട്ടം ഉണ്ടല്ലോ. നമുക്ക് ആ ഓട്ടത്തിൽ കിടന്നുറങ്ങിയാ പോരെ?
ഇവിടെ പോയി കിടന്ന് ഉറങ്ങണ കുഞ്ഞ്. എടാ സുഭാഷ്, നീ ഇങ്ങോട്ട് വന്നേ. നീ ആ കമ്മിറ്റിക്കാരുടെ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചോ? ചോദിച്ചല്ലോ. കമ്മിറ്റിക്കാരന് ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞു പരിപാടി കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ രാജോ ഇന്നും പട്ടിണി. പോയി കിടന്ന് ഉറങ്ങണ. അവൻ പോട്ടാ. സുഭാഷ്, കാശിന്റെ കാര്യം ചോദിച്ചു. കാശിന്റെ കാര്യം ഞാൻ ചോദിച്ചാശാനെ. കാശിന്റെ കാര്യം ചോദിച്ചപ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞു ഇന്റർവ്യൂവിൽ സമയത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാജോ ഇന്നും പൈസ ഇല്ലടാ. പോയി കിടന്ന് ഉറങ്ങ്. ഇവനൊക്കെ ആരാണ് ഈ സമിതിയിൽ കൊണ്ടുവന്നത്? അപ്പൊ പരിപാടി തുടങ്ങാം. എല്ലാരും വിളി, എല്ലാരും വിളി, എല്ലാരും വിളിച്ചു. എന്താടാ പരിപാടി? തിരികെ എത്തിക്കണ്ട, അതിന് വിളിച്ചതാ. ഇങ്ങനെ പോയാൽ നിന്റെ തലക്കെട്ട് രണ്ട് തിരികെ എത്തിച്ചു ചോദിക്കേണ്ടി വരിക. നീ ചെയ്യണ പണി ചെയ്യടാ. കൈവിളി. നമ്മുടെ 26ാമത്തെ സ്റ്റേജാണ്. 25 സ്റ്റേജിൽ നമ്മൾ ഓടി. ഇന്നും വലിയ വ്യത്യാസമൊന്നും വലിയ ഓടേണ്ടി വരും. ഒരു കാര്യം, ഓടുമ്പോ ആരും പടിഞ്ഞോട്ട് ഓടരുത്. അതെന്താ ആശാനെ? പടിഞ്ഞാപ്പുറ കടലല്ലേ? ഡ്രൈവറാ ഞാൻ. ആശാനെ ഇവൻ ലൈറ്റുകാരനൊന്നും കടലിനറിയാൻ മേല, മുങ്ങി ചത്തു പോകും കേട്ടാ. അപ്പൊ പിന്നെ ഒരു കാര്യം, നീ ഇങ്ങോട്ട് വന്നേ. ആകപ്പാട് ഈ സമിതി കാണാൻ കൊള്ളാവുന്ന ഒരാൾ നീയാണ്. അതുകൊണ്ട് ഈ കമ്മിറ്റിക്കാർ കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും നുലാത്തിക്കണം. കേട്ടാ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇപ്പൊ ചോദിച്ചോ. അല്ല ബാലയുടെ കണ്ണും കാലും കാണിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് ചെറിയൊരു സംശയം. നീ ആരാണെന്ന് ഞാനും നോക്കട്ടെ. അതെ ഈ ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീൻ ആണല്ലോ എൻ്റെ. എടാ, ആദ്യം നീ ഇന്റർവെല്ലിൽ വരെ ഇതൊന്ന് എത്തിക്കാൻ നോക്കും. നീ ആ നരസിംഹമായിട്ട് കയറാനല്ലേ ഇന്റർവ്യൂ. നിന്നോട് ഞാനൊരു കാര്യം പറയും. നിന്റെ തൂണെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഇത് 1 2 3. അത് 3. അപ്പൊ അവിടുന്ന് ഈ 3 ആണോ ഇവിടുന്ന് അങ്ങോട്ടുള്ള 3 ആണോ? അടുത്ത് നിൽക്കുന്ന കഴിഞ്ഞ സ്റ്റേജിൽ നീ തൂണ് മാറി നിന്നിട്ട് 7 തൂണാ ഞാൻ കുത്തിക്കീറി. മനസ്സിലായില്ല? ഞാനല്ലോ തൂണ് മാറി നിന്നെ ഞാൻ കുത്തിക്കീറി. എന്നാ പോവാ പരിപാടി വാങ്ങാൻ നിന്റെ കൊണ്ടുപോകും. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇവിടെ പോയിക്കിരുന്ന് ഉറങ്ങണം. ഞാൻ ഉറങ്ങിയപ്പോ കാണായിരുന്നു. എന്ത്? ആശാനെ ഒരു മുട്ടൻ പാമ്പ് നമ്മുടെ കിരീടൊക്കെ ഇരിക്കണില്ലേ, അവിടെ ഒരു പാമ്പ് തല്ലിക്കൊന്ന് വലിച്ചു കടലിലിറങ്ങി. കിരീടത്തിന്റെ കൂടെ ഇരുന്ന പാമ്പിനെ ഞാൻ കുഴിച്ചും കൊടുക്കും. എടാ, അത് ശിവന്റെ കഴുത്തേക്കാളുള്ള പ്ലാസ്റ്റിക് പാമ്പല്ല, അതിനെ കടലിൽ വലിച്ചെറിഞ്ഞ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പരിപാടിക്ക് മുമ്പ് നീർക്കൊല്ലെങ്കിലും പിടിച്ചോണ്ട് വന്നോ. പോയിട്ടാണോ പോടാ. എന്താണ് ചേട്ടാ, രാവണന് 10 തലയുണ്ട് അറിയാമോ? ആശാനെ അതല്ല പറഞ്ഞത്. നമ്മൾ ക്യാമ്പിൽ നിന്ന് രാവണന്റെ 6 തല എടുത്തോളുന്ന 4 എടുത്തില്ല. രാവണന്റെ 6 തല ഇതിലൊന്നും കൂട്ടരുത്, ഞാൻ ലൈറ്റാ. ഇപ്പൊ എന്നാ ചെയ്യും? 6 എന്റെ ഒന്ന് 7. 6 വന്ന് 7 ഇന്നെ 3 തല വേണമല്ലോ. സുഭാഷേ, ഒരു പണി ആ ഗ്രീൻ റൂമിലുണ്ടല്ലോ, ബ്രഹ്മാവിന്റെ 3 തല ഇരിപ്പുണ്ട്. അതെടുത്ത് രാവണന്റെ തലയുടെ വിടവിന് കയറ്റി വെച്ചോ. പിന്നെ ആശാനെ, ഞാൻ പറഞ്ഞല്ലോ ഹനുമാന്റെ വേഷം സുലൈമാൻ വന്നിട്ടില്ല ഇതുവരെ. വന്നില്ലേ? വന്നിട്ടില്ല. ഒന്നുകൂടെ വിളിച്ചോ. ഞാൻ എപ്പോഴും വിളിക്കണം, എന്റെ ഫോണിൽ കാശില്ല. ഇപ്പൊ കാശല്ലേ അറിയാം. സുലൈമാനെ നീ എവിടെയാണ്? ആശാനെ, അവ വാലെടുക്കാൻ മറന്നു പോയിട്ട് തിരിച്ചു പോയത്. അവനോട് വാഴവള്ളിയെങ്കിലും വെച്ച് കെട്ടിക്കൊണ്ട് വരാൻ പറയണം. സുലൈമാനെ നീ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു വാ. മരുത്തുവാമല കൊണ്ടുവന്നു. അവന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത അമ്പലത്തിലെ പരിപാടി പെട്ടെന്ന് വരാൻ പറ. സുലൈമാന, നിന്റെ അമ്മയുടെ അതല്ല, നിന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത പരിപാടി. പരിപാടി തുടങ്ങാം അല്ലേ? നിങ്ങൾ ഇവിടെ അമ്മക്ക് വച്ചനം വിളിച്ചിട്ട് കാര്യം എന്താ? ആ രാമന്റെ വേഷം സുഖം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അയ്യോ, അവനും വന്നില്ലേ? ഇവനൊക്കെ ഇത് എവിടെ പോകണ്ട. ഇനിയിപ്പോ നമ്മൾ ലൈറ്റിന്റെ ആളാണ്. എന്നെങ്കിലും ചെയ്യുന്നു. ഒരു വഴിയുണ്ട്. ഭക്തജനങ്ങളെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. രാമന്റെ വേഷം ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ വേദിയുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ ദയവായി സ്റ്റേജിന് പിന്നിൽ റിപ്പോർട്ട് ചെയ്യുക. അല്ല, ചെറിയൊരു വിഷയം. എന്താണ്? ആ ഗ്രീൻ റൂമിൽ നിന്നേ ഒരുത്തം ഭയങ്കര എത്തിനോട്ടോ ആശാനെ. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഫ്രോഡ് പയ്യന്മാരായിരിക്കും. നമുക്ക് കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ അവന്മാരെ പോക്കാം. എന്നാലും പോകത്തില്ല. അതെന്താ? അവൻ പോകത്തില്ല. എന്താണ്? ഞാൻ 5000 രൂപ പലിശക്ക് എടുത്ത പാണ്ടി അവിടെ നിൽക്കുന്നത്. ഞാനവിടെ നിന്ന് എനിക്കിട്ട് പണി കിട്ടും ആശാനെ. നീ അവിടെ നിന്നാ നിനക്കിട്ട് പണി കിട്ടും, ഇവിടെ നിന്നാ എനിക്കിട്ട് പണി കിട്ടും. നീ എന്തിനാ പേടിക്കണത്? എനിക്ക് മുടിക്കകത്ത് കയറി ഒളിച്ചിരുന്നാ പോരെ, ആരും കണ്ടുപിടിക്കില്ല. ശരിയാണ് ആശാന്റെ ഒരു ബുദ്ധി, മന്ദബുദ്ധിയാ. ആശാനെ, അതുപോലെ ഇനി ഹനുമാന്റെ വേഷം സുലൈമാൻ വന്നില്ലെങ്കിൽ ആ വേഷം ഞാനങ്ങ് ചെയ്താലോ? ഹനുമാന്റെ വേഷം ഇവിടെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണമെങ്കിൽ ഇത്തിരി എക്സ്പീരിയൻസ് ഒക്കെ വേണം, അറിയാമോ? ആശാനെ, എക്സ്പീരിയൻസിന്റെ കാര്യം പറയുന്നു. ഞങ്ങളുടെ അടുത്ത് ഓണാവേശ ക്ലബ്ബിൽ ഞാൻ ഹനുമാന്റെ വേഷം കിട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയില്ലേ? അതാ കുഴപ്പമായത്. നീ വേഷം കെട്ടായിരുന്ന നിനക്ക് 1ാം സമ്മാനം കിട്ടിയേനെ. ചെയ്യണ പണി ചെയ്യണം. ഓക്കെ ആണല്ലേ? നമുക്ക് പരിപാടി ബെല്ല് കൊടുത്തല്ലോ.
കൊടുത്ത അതിന് ഞങ്ങൾ കേട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങനെ കേൾക്കും? രാവിലെ 120 രൂപയ്ക്ക് ബെല്ല് കൊടുത്തിട്ടില്ല, എല്ലാവരും കൂടി ചായ കുടിച്ചത്. ഒരു പണിയായി ഒന്നും നോക്കണ്ട. ഭക്തിയാനം കിട്ടും അവനെ കേട്ടു. രണ്ടാമത്തെ നമ്പറല്ലേ കേട്ടത്? രണ്ടാണോ മൂന്നല്ലേ? മൂന്നിത്. മൂന്ന് മരണം വാതിലുമായി വന്നു. ആശാനെ വാല പൊളിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. എടാ ഭക്തിഗാനവും വേണ്ട, ഒരു കോപ്പും വേണ്ട. നീ ആ കഥാസാരം എടുത്ത പരിപാടി തുടങ്ങാം. എടുക്കെടുക്ക് കൊണ്ട് കൊടുത്താ കൊണ്ടുപോടാ. പ്രിയമുള്ളവര്, ഞങ്ങളുടെ ബാലെ ആരംഭിക്കുന്നു. കഥാസാരം. പ്രിയപ്പെട്ട ശാന്തി, നാളെ 5 മണിക്ക് പാർക്കിൽ വരണം. ആരെയാ കഥാസാരം? സംഗതി മാറിപ്പോയി, പേടിക്കണ്ട. കളി കഴിയുമ്പോൾ കാണാൻ കേട്ടോ. പ്രിയമുള്ളവര്, ഒറിജിനൽ കഥാസാരം. ഹസ്തിനപുരിയിലെ ഇപ്പോഴത്തെ മഹാരാജാവാണ് പാണ്ഡു മഹാരാജ്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് കുന്തിദേവി. ഇവർക്ക് പഞ്ചപാണ്ഡവർ എന്ന പേരിൽ 5 മക്കൾ. മൂത്തവൻ അവൻ. രണ്ടാമൻ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. ഇവരിൽ ഏറ്റവും ഇളയവനാണ് ഹനുമാൻ. ഹനുമാൻ തന്റെ മാതാവായ കുന്തിദേവിയുടെ ആഗ്രഹപ്രകാരം പുലിപ്പാൽ തേടി ലങ്കയിലേക്ക് പുറപ്പെടുന്നു. ലങ്കാതിർത്തിയിൽ വെച്ച് ഹനുമാൻ യൂദാസിനെ 30 വെള്ളിക്കാശ് ദൈവമേ. ഈ വിവരം ഹനുമാൻ തന്റെ ജ്യേഷ്ഠൻ രാവണനെ മൊബൈലിൽ വിളിച്ച് അറിയിച്ചു. തുടർന്ന് നടന്ന അതിഘോരമായ കലിക യുദ്ധത്തിൽ യേശു ക്രൂശിലേറ്റപ്പെട്ടു. രാജാവിനെ കുട്ടൂസൻ കുപ്പിക്കകത്താക്കുന്നു. മാക്ക അടിച്ചു വിരിഞ്ഞു. അമ്മ തിലകരെ പുറത്താക്കി. മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടി കളഞ്ഞു. കമ്മിറ്റിക്കാർ ഇതുവരെ കാപ്പി എത്തിച്ചിട്ടില്ല. തുടർന്ന് കാണുക. ചതിച്ച് ഹനുമാൻ കളിക്കുന്ന സുലൈമാന് വരത്തില്ലെന്ന്. അതെന്താണ്? ആശാനല്ലേ പറഞ്ഞു അവനോട് ഹനുമാന്റെ വേഷം കെട്ടി വീട്ടിൽ നിന്ന് വരാൻ. അവൻ ഹനുമാന്റെ വേഷം കെട്ടി വന്നപ്പോഴേ ഇടയ്ക്ക് വെച്ച് മൃഗസംരക്ഷണ വകുപ്പ് പിടിച്ചാശാന് സിംഹവാലം കുരങ്ങാന്ന് പറഞ്ഞു. പടിഞ്ഞോട്ടോട്. അതെന്താ ആശാനെ? ആശാനല്ലേ പറഞ്ഞു പടിഞ്ഞാറോട്ട് ഓടരുത്, അവിടെ കടല. എടാ നാട്ടുകാരുടെ തല്ലുകൊണ്ട് ഞാൻ ഭേദമല്ലേടാ കടലിലെ വെള്ളം കുടിച്ച് മരിക്കണത്. ആശാനെ ഓടാ. അയ്യോ.